ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യാത്ത ഒരു സിനിമ വരാൻ പോവുകയാണ്. അതാണ് ബെൻസ് സിനിമ. സിനിമ സംവിധാനം ചെയ്യുന്നത് ഭാഗ്യരാജ് കണ്ണനാണ്. പക്ഷേ സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കെല്ലാം നടത്തിയിരിക്കുന്നത് ലോകേഷ് തന്നെയാണ്. സിനിമയിൽ നായകനായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം രാഘവ ലോറൻസ് ആണ്. മുന്നേ ചെറിയൊരു ഗ്ലിംസൊക്കെ ഇറക്കിയ പുള്ളിക്കാരൻ്റെ ലുക്കെല്ലാം പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതെന്തായാലും കിടിലൻ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ പുതിയൊരു അപ്ഡേറ്റ് പുറത്ത് വരുന്നുണ്ട്. ലോകേഷ് ധനുഷിനെ വെച്ചൊരു പടമെടുക്കാൻ പോകാമെന്നതാണ് ഒരു അപ്ഡേറ്റ് പുറത്ത് വരുന്നത്. ഈ സിനിമ എൽസുവിൽ പെടുന്നതാണോ അതോ ഒരു സോളോ മൂവിയാണോ എന്ന് ഇപ്പോഴും ഒരു ഉറപ്പ് വന്നിട്ടില്ല. കഴിഞ്ഞ വർഷവും ഈ വർഷം തുടങ്ങിയപ്പോഴും ഒട്ടുമിക്ക നടന്മാരുടെ പടവും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാൾ മാത്രം അങ്ങ് മാറി നിന്ന്, വേറെ ആരുമല്ല, നമ്മുടെ നിവിൻ പോളി ചേട്ടൻ തന്നെ. പക്ഷേ പുള്ളി ഒരു കംബാക്ക് നടത്താൻ വേണ്ടി ഒരു പടം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മൾട്ടിവേഴ്സ് മന്മഥൻ എന്ന് പറയുന്ന സിനിമ. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് തന്നെ ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ടൈം ട്രാവൽ മൾട്ടിവേഴ്സ് യൂണിവേഴ്സ് തന്നെ വരാൻ പോകുന്നത്. ഇതൊരു സൂപ്പർ ഹീറോ പടം കൂടിയാണ്. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് തന്നെ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ. പിന്നെ CGI വർക്കെല്ലാം നല്ലതാണെങ്കിൽ അടിപൊളിയാണ്. 2020 എന്ന സിനിമയ്ക്ക് ശേഷം ഏകദേശം ഒരു 10-15 വർഷത്തിന് ശേഷമാണ് നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും ഒരേ ഫ്രെയിമിൽ വരുന്നത്. അതാണ് നമ്മുടെ മഹേഷ് ബാബു സംവിധാനം ചെയ്യുന്ന സിനിമ. സിനിമയ്ക്ക് പേരൊന്നും ഇട്ടിട്ടില്ല. തൽക്കാലം നമുക്ക് ത്രിപിളം എന്ന് വിളിക്കാം. അതായത് മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് ബാബു മൂവി. സിനിമ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് മമ്മൂട്ടി ആയിരിക്കും. സിനിമയിൽ ചാക്കോച്ചനുണ്ട്, സൗബിൻ ഷായറുണ്ട്, പിന്നെ വിവേക് ബ്രോ സിനിമയിലുണ്ട്, പിന്നെ വേറെ കുറേ കാസ്റ്റും കൂടി സിനിമയിൽ വരുന്നുണ്ട്. ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമ തന്നെയായിരിക്കും.